അടിപൊളി ടേസ്റ്റ്, സൂപ്പർ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടാ. നമ്മുടെ നെയ്യ് ഇങ്ങനെ സീൽ ചെയ്ത പാക്കിലാണ് വരുന്നത്. ഇത് ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് ഉരുകിക്കൊണ്ടിരിക്കും. മറ്റുള്ള നെയ്കളാണെങ്കിൽ എപ്പോഴും കട്ടയായിട്ട് ഇരിക്കുള്ളൂ. 250 ഗ്രാമിന്റെ വെണ്ണ. ഇതാണ് നമ്മുടെ പശു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഫാന്, വെള്ളം, കുടിക്കാനുള്ള സൗകര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ തനത് ശൈലിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകാൻ തീരുമാനിച്ചു അല്ലേ? ഇവിടം സ്വർഗമാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ. അടിപൊളി, സത്യം. ഇവിടം സ്വർഗം തന്നെ. ഫുൾ തഗ്ഗാണല്ലേ? ചൂടിനെ വെല്ലാൻ, ദാഹം മാറാൻ, വിശപ്പ് മാറാൻ ഇതിനെ വെല്ലാവുന്ന ഒരു സാധനം പിന്നെ വേറെ സ്ഥലത്തില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം ഫാമില് ഞങ്ങളുടെ പശുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് സോഡാ സംഭാരം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, നാരകത്തിൻ്റെ ഇല. എനിക്ക് ഇതൊരു ഗ്ലാസ് ഒന്ന് കുടിച്ച് നോക്കുന്നിട്ട് അതിൻ്റെ കാര്യം എങ്ങനെയുണ്ടെന്ന് പറയൂ. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടാ. അടിപൊളി. ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടാ. എനിക്കെന്താ തോന്നിയെന്നറിയോ? കുടിച്ചു കഴിഞ്ഞാൽ ഈ നാവ് കൊട്ടണം എന്നൊക്കെ പറയില്ലേ, അതാണ് തോന്നിയത്. നമ്മൾ കുടിക്കുമ്പോ നാവ് കൂട്ടി പോകും ടേസ്റ്റ് കൊണ്ട്. അത്രയും ടേസ്റ്റ്. ഇത് കുടിച്ചേ മതിയാവും. അപ്പൊ ഇതൊക്കെ കുടിച്ചിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ നെയ്യും തൈരെല്ലാം. അതെല്ലാം ഇതിന്റെ കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഞാനൊരു പ്രവാസിയായിരുന്നു. 10-16 കൊല്ലം ഗൾഫിൽ പല രാജ്യങ്ങളിലും ജോലി ചെയ്ത് ഇവിടെ വന്ന് ഒരു 2-3 കൊല്ലം ഞാൻ വെറുതെ ഇരുന്നു. അപ്പോൾ വല്ലാതെ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പശുവിനെ വാങ്ങിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. ഞാനും ശ്രീമതിയും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ മക്കളൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെറിയ സംരംഭം എന്നുള്ള രീതിയിൽ തുടങ്ങി. അങ്ങനെ ഒരു 6-7 കൊല്ലമായിട്ട് ഞങ്ങൾ പശുവിൻ്റെ ഫാം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഞങ്ങൾ കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ തുടങ്ങി. അതിൽ തൈരുണ്ട്, മോരുണ്ട്, സോഡാ സംഭാരമുണ്ട്, വെണ്ണയുണ്ട്. നറുനെയ്യ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, അതേമാതിരി മറ്റുള്ള ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല പ്യുവർ, വേറെ ഒരു മിക്സിങ്ങോ വേറെ ഒന്നും കൂടാതെ വളരെ പ്യുവറായിട്ട് നിങ്ങൾക്ക് ഏത് ലാബിൽ എങ്ങനെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം നമ്മുടെ സ്വന്തം ഇതിൽ നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണ്. ഇവിടെ തന്നെ നമ്മളൊരു നേപ്പാളി ലേബറെ നിർത്തി അയാളെ കൊണ്ട് കൈക്കറവയാണ്, അല്ലാണ്ട് മെഷീനിൽ കാര്യങ്ങൾ കറന്നിട്ടല്ല, കൈ കൊണ്ട് തന്നെ കറന്ന് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതേ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളായതിൻ്റെ പേരിൽ കുട്ടികൾക്കോ രോഗികൾക്കോ മറ്റാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ അത്യുത്തമമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. അത് ഞങ്ങൾ 100% ഗ്യാരണ്ടി തരാം. അത് നിങ്ങൾക്ക് ഇനി ഏത് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ അതിനെല്ലാം സമാധാനം പറഞ്ഞിരിക്കും. അതെ, അതാണ് ഇതുപോലൊരു ഉറപ്പ് ആര് നൽകും? എനിക്ക് അതാ ചോദിക്കാനാണ്. നമ്മളങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ പരസ്യം പോലെ ചെയ്യാത്തവരാണ്. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവിന്റെ വളരെ അടുത്ത ഫാമിലി ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയോണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ അത്രയും പ്യുവർ ആയിട്ടുള്ള ജെന്യൂർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിൽ നിങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞ പോലെ 100% വിശ്വസിക്കുക. നമ്മുടെ നെയ്യ് ഇങ്ങനെ സീൽ ചെയ്ത പാക്കിലാണ് വരുന്നത്. ഇത് ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് ഉരുകിക്കൊണ്ടിരിക്കും. മറ്റുള്ള നെയ്കളാണെങ്കിൽ എപ്പോഴും കട്ടയായിട്ട് ഇരിക്കുള്ളൂ. ഇതങ്ങനെയല്ല. തണുപ്പ് കാലം വരുമ്പോൾ ഉറയ്ക്കുകയും ചെയ്യും, വേനൽക്കാലം വരുമ്പോൾ അത് മെൽട്ടായിട്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്യൂരിറ്റി. മാത്രമല്ല ഇത് ഗോൾഡൻ കളറും തരി ഉണ്ടാവും ഇതിനകത്ത്. ആ തരിയോട് കൂടിയ നെയ്യാണ് നമ്മുടെ അതാണ് ഇതിന്റെ പ്യൂരിറ്റി കാണിക്കുന്നത്. ചേട്ടൻ പറയുന്നത് നെയ്യ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ സ്വഭാവം. ചെറിയ തരി ഉണ്ടാവണം, അത് കാലാവസ്ഥക്കനുസരിച്ച് അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കണം അല്ലേ? അതെ. ഇത് 250 ഗ്രാം, 500 ഗ്രാം. ഇത് 1/2 ലിറ്ററിന്റെ 250 ഗ്രാമിന്റെ തൈരാണിത്. 250 ഗ്രാമിന്റെ വെണ്ണ. ഇത് 250 വെണ്ണ. ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഇതിലൊക്കെ എത്ര എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ്? നമ്മൾ അയച്ചു കൊടുക്കുന്നവർക്ക് ഇപ്പൊ എത്ര എക്സ്പയറി ഡേറ്റ് ഒക്കെ മസ്റ്റ് ആണ്? നെയ്യ് 1 വർഷത്തെ എക്സ്പയറി ഡേറ്റ് ആണ്. നെയ്യിന് 1 വർഷത്തോളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. 1 ഇയർ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. വെണ്ണ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ ഒരു കംപ്ലൈന്റും കൂടെ ഉപയോഗിക്കാം. 6 മാസം വരെ വെണ്ണയെ ഉപയോഗിക്കാം അല്ലെ? ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഉപയോഗിച്ച സ്പൂൺ തന്നെ വീണ്ടും ഇടരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ സംഭാരം പക്ഷെ നമുക്ക് ഒരാഴ്ചക്ക് പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പൊ ദൂരമുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്താൽ സംഭാരം അടിച്ചു കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നെയ്യ് വെണ്ണ വേണ്ടവര് ധൈര്യമായിട്ട് വിളിച്ചോ. വേറൊരു ഭാഗത്തോട്ട് ചിന്തിക്കണ്ട. തൈര്, നെയ്യ്, വെണ്ണ വേണ്ടവര് ഈ ചേട്ടനെ വിളിച്ചാൽ മതി. വേറെ ഇനി ഒന്നും ചിന്തിക്കാനേ ഇല്ല കേട്ടോ. ഇതാണ് നമ്മള് ഉറവൊഴിച്ച് തിളപ്പിച്ച് നമ്മൾ കലക്കി എടുക്കുന്ന വെണ്ണ. 3 ദിവസത്തെ കളക്ഷനാണിത്. അപ്പൊ ഈ പറഞ്ഞ ഇതൊരു മാസം വരെ നമുക്കത് ഫ്രീസറിൽ വെച്ച് സുഖമായിട്ട് ഉപയോഗിക്കും. ഒരു കുഴപ്പം വരാതെ.
അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും. അപ്പൊ ഇത്രയും പ്യൂർ ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ AVG എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മൊബൈൽ നമ്പർ ചേട്ടൻ്റെ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം ചേട്ടൻ്റെ. എന്നാലും നമുക്ക് ഫാം ഒക്കെ ഒന്ന് കാണണം ചേട്ടാ, വന്നിട്ട് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ ഇതാണ് ആര്യൻസ് ഡയറി അല്ലെ, ആര്യൻസ് ഡയറീസ് എന്നാണ് നമ്മുടെ ഈ ഫാമിന്റെ പേര്. നമ്മളെന്തായാലും ചേട്ടന്റെ ഫാം കാണാൻ വേണ്ടി പോയിട്ടാ, പശുക്കളെയൊക്കെ ഒന്ന് കാണാൻ. ഇതാണ് വീട്, ചേട്ടന്റെ വീട് ഇതാണ്. കണ്ട ബാക്കിൽ കോഴിയുണ്ട്, കോഴി മീന് ഇത് മാത്രമൊന്നും അല്ല, കോഴി മീന് എല്ലാ സംഭവം ഉണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ പശു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഫാന്, വെള്ളം, കുടിക്കാനുള്ള സൗകര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അടിപൊളി അടിപൊളി. പശുക്കുട്ടി അല്ലേ? ആ എന്നാ കുഞ്ഞു പശുക്കളുണ്ട് ഇവിടെ. കോഴിയുടെ ഒരു ശബ്ദം കേൾക്കണ്ടല്ലോ. ഇവിടെ കോഴി വളർത്തിയിരുന്നു, ഇപ്പൊ കോഴികൾ കുറഞ്ഞു. ഇപ്പൊ ചൂടായ കൊണ്ട് നിർത്തിയൊക്കെ ഇനിയിപ്പോ അടുത്ത സെക്ഷൻ തുടങ്ങണം. ചേട്ടനപ്പൊ എല്ലാ പരിപാടിയും കോഴി ഉണ്ടായിരുന്നു, മീനുണ്ട്, ആടുണ്ടായിരുന്നു, ആടിനെ നിർത്തിയൊക്കെയാണ്. പോത്തുണ്ട് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ, എരുമ. എരുമതേ വെള്ളത്തിൽ കിടപ്പുണ്ട്. ഫിഷ് ടാങ്ക് ഉണ്ട് അപ്പുറം അല്ലെ. ചേട്ടനപ്പൊ എന്തായാലും പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ തനത് ശൈലിയിൽ അങ്ങോട്ട് ജീവിച്ചു പോകാൻ തീരുമാനിച്ചു അല്ലെ. ഇവിടം സ്വർഗമാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കാൻ. അടിപൊളി, സത്യം. ഇവിടം സ്വർഗം തന്നെ, ഫുൾ തഗ്ഗാണല്ലേ. നോക്കുമ്പോ തഗ്ഗാണ് ഫുള്ള്, തകർത്തു. അപ്പൊ ഫാമൊക്കെ നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്വന്തം ഫാമില് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയാണിത്. ധൈര്യമായിട്ട് വാങ്ങാം അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. പേര് പറഞ്ഞില്ലേ ഏട്ടന്റെ? എന്റെ പേര് ഗോവിന്ദൻ മേനോൻ. അത് ഞാൻ പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഗോവിന്ദൻ മേനോൻ. ഓക്കെ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഗിരിജ ഗോവിന്ദൻ. നമ്മുടെ കോഴി നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. നാടൻ കോഴിയാണ്. ആരായി കൂവുന്നത് അവിടെ നിന്നിട്ട്? ധവനാട്ട ആള്. അവിടെ അതിനടിയിലുണ്ട് കണ്ട, ധവനാണ് ആള് കൂവുന്നത്. അപ്പൊ ഇതാണ് വിഷ്ണു. എന്തായാലും വിഷ്ണു നമ്മുടെ ഫ്രണ്ടാണ്. വിഷ്ണു ആണ് ഗോവിന്ദൻ ചേട്ടനെ പരിചയപ്പെടുത്തിയത്. ചേച്ചിയാണ് ഇതിന്റെ മെയിൻ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അല്ലെ. ചേട്ടൻ സഹായത്തിനൊപ്പം ഞാനുണ്ട്. അപ്പൊ നേരത്തെ ചേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, ചേച്ചിനൊപ്പം ചേട്ടൻ നേരത്തെ എങ്ങനെയായാലും കണക്ക് തന്നെയാണ്. അതാണ് വേണ്ടത്. എങ്ങനെ പോയാലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും എവിടെയാണെങ്കിലും. അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും നമ്മൾ ചേട്ടന്റെ ഫാമും പശുക്കളൊക്കെ കണ്ടു അല്ലെ, വീട്ടിലുള്ളത് ഇപ്പൊ. അപ്പൊ എന്തായാലും അവരെ നമുക്ക് എന്തായാലും കുറച്ച് നെയ്യൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തരാൻ വേണ്ടിട്ട് കേട്ടാ. അപ്പൊ ഇതുകൊണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അഭിപ്രായം ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ തന്നെ അത് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും രണ്ട് കയ്യിൽ ഒരു ചെറിയ ഉപകാരം. തീർച്ചയായിട്ടും അടിപൊളിയാവും. ബിസിനസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട്. എന്നാ പിന്നെ പോയിക്കോട്ടെ, പോകാൻ പറ്റേ. നിങ്ങൾക്ക് ഇത്ര ദൂരത്ത് നിന്ന് ഇവിടേക്ക് വന്നിട്ട് ഞങ്ങളുടെ കുറച്ച് നല്ല സുന്ദരമായ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് പോകണം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം പ്രാർത്ഥനകളും ഞങ്ങളെ. അല്ല, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ആ സ്ഥലം കാണാൻ പോയാലോ? ചേച്ചി എല്ലാരും നമ്മളെല്ലാരും പോയിട്ട് വരാം. എന്നാല് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. അതേ വണ്ടിയിൽ ഇതിൽ പോകുമ്പോൾ തന്നെ കാണാൻ പ്രത്യേക രസമാണ്. അപ്പുറം ഒരുപാട് മരങ്ങളിലായിട്ട് നമ്മളത് നേരെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആൽമരാന്ന് തോന്നുന്നു. അതെ, ആൽത്തറയൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടേ അപ്പുറം തന്നെ ഒരു അടിപൊളി സ്പോട്ടാണ് കാണുന്നത്. നല്ല പുഴ, ചാലക്കുടി പുഴയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് വിഷ്ണു പറയുന്നത്. ഏതാ വിഷ്ണു സിനിമകളൊക്കെ? മധുര, മൂസ, പിന്നെ മഹേഷും മാരുതിയും, അങ്ങനെ കുറെ പടങ്ങളുണ്ടല്ലേ. ഓ, സ്പോട്ടൊക്കെ നല്ല സ്ഥലം അല്ലേ. നല്ലൊരു പുഴ, അവിടെ ഒരു ചെറിയൊരു തറ അല്ലേ. ഓ, ഹോട്ടലൊക്കെ കണ്ട വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയാട്ടാ. മാത്രമല്ല ഈ വെള്ളം നല്ല വെള്ളം. ഇത് ചാലക്കുടി പുഴയത്. ആഹാ, നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടുകളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ചാലക്കുടി പുഴയാണിട്ടത്. നമ്മുടെ ചേട്ടന്റെ പശുക്കളൊക്കെ അതെ ഇവിടെ വന്ന് പുല്ല് തിന്നണത്. അപ്പൊ അതില് അങ്ങനെ വരാൻ ഷോട്ട് ഉണ്ടല്ലേ വഴി? 500 മീറ്റർ ഉള്ളത്. ഓ അതെയാ. ആ, അപ്പൊ നമ്മുടെ ചേട്ടന്റെ പശുക്കള് പുല്ല് തിന്നുന്ന സ്ഥലമാണ് കാണുന്നത് അല്ലേ. ഓ, അടിപൊളി പുഴ കേട്ടാ, സൂപ്പർ, നൈസ്. ആ ഓക്കെ. എന്തായാലും നമ്മളങ്ങനെ
ഡയറിന്റെ കാര്യമെല്ലാം പറഞ്ഞല്ലേ, ഫാമിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളിപ്പോ അന്നമനട മഹാദേവ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഉള്ളത് അല്ലേ. ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ അതുകൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും കണ്ടു, ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ചേട്ടന്റെ ഫാമും പ്രൊഡക്റ്റും എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞല്ല, ഇതുപോലെ തന്നെ നെയ്യ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചേട്ടന്റെ നമ്പറിൽ വിളിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അത്രയൊക്കെ ഉള്ളൂ. സ്ഥലങ്ങളും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഇരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലെ. അപ്പൊ ടാറ്റ പറയാം നമുക്ക് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.